ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയ് 15 PSC ബുള്ളറ്റിൻ എഡീഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യം തന്നെ നോക്കുന്നത് 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025 കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് നോക്കാം. മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എക്കോ ആണ് കേട്ടോ. എക്കോ ആണ്. സംവിധാനം ദിൻജിത്ത് അയ്യത്താനാണ് കേട്ടോ. ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്തിരിക്കുന്ന എക്കോയാണ് മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച സംവിധായകൻ ഡൊമിനിക് അരുണിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സിനിമയുടെ സംവിധായകനെയാണ് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആരാണത്? ഡൊമിനിക് അരുണാണ് കേട്ടോ. മികച്ച നടൻ തുടരും, ഹൃദയപൂർവ്വം എന്നീ സിനിമകളിൽ നിന്ന് മോഹൻലാലിനെയും തിരഞ്ഞെടുത്തു. മികച്ച നടിയാണെങ്കിൽ ലോക, പിന്നെ രേഖാചിത്രം, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്നീ സിനിമകളിലൂടെ അനശ്വര രാജനെയും ലോക എന്ന സിനിമയിലൂടെ കല്യാണി പ്രിയദർശനെയുമാണ് മികച്ച നടിയായിട്ട് രണ്ടാൾക്കാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച തിരക്കഥ രാജേഷ് തില്ലങ്കരിയുടെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സിനിമ ഏതാണ്? എക്കോ ആണ്. സംവിധായകൻ ആരാണ്? ദിൻജിത്ത് അയ്യത്താനാണ് കേട്ടോ. ദിൻജിത്ത് അയ്യത്താനാണ്. മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡൊമിനിക് അരുണിനെയാണ് കേട്ടോ. ഏത് സിനിമയാണ്? ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്നുള്ളതാണ്. മികച്ച നടനായിട്ട് തുടരും, ഹൃദയപൂർവ്വം എന്നീ സിനിമകളിൽ നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള മോഹൻലാലിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ മികച്ച നടി 2 പേരാണ് മികച്ച നടി എന്നുള്ളത് പങ്കിട്ടിരിക്കുന്നത്. ആരൊക്കെയാണ്? കല്യാണി പ്രിയദർശൻ ലോക എന്ന സിനിമയിൽ നിന്നും, അനശ്വര രാജൻ രേഖാചിത്രം, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്നീ സിനിമകളിൽ നിന്നുമാണ്. മികച്ച തിരക്കഥ രാജേഷ് തില്ലങ്കരിയുടെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എഴുതി വെച്ചോണേ, ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഗംഗ എക്സ്പ്രസ് വേ ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്നത്. എക്സ്പ്രസ് വേ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗംഗ എക്സ്പ്രസ് വേ ആണ് കേട്ടോ. ഗംഗ എക്സ്പ്രസ് വേ. ന്യൂഡൽഹിയാണ് 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ വേദി. എഴുതി വെച്ചോ. 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി. പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ ലൈസൻസ് റദ്ദാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഏത് ബാങ്കിൻ്റെ ലൈസൻസാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത് ചോദിച്ചാൽ ഏതാണ്? പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെയാണ് കേട്ടോ. ഫിൻലാൻഡിലാണ് ലോകത്തിലെ ആദ്യത്തെ സ്ഥിര ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുന്നത് കേട്ടോ. ഫിൻലാൻഡിലാണ് ലോകത്തിലെ ആദ്യത്തെ സ്ഥിര ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തനം സജ്ജമാക്കുന്നത്. ഉത്തർപ്രദേശിലെ ബരാസിംഗ വന്യജീവി സങ്കേതം ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം. അപ്പോൾ ചോദിക്കുകയാണ്, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഈ അടുത്തായിട്ട് ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബരാസിംഗയിലാണ് കേട്ടോ. ബരാസിംഗ വന്യജീവി സങ്കേതമാണ്. എവിടുത്തെയാണ്? ഉത്തർപ്രദേശിലെ വന്യജീവി സങ്കേതമാണ് ബരാസിംഗ വന്യജീവി സങ്കേതം. സിക്കിമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സിക്കിമാണ് കേട്ടോ. സിക്കിമാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചന്ദ്രശേഖർ ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണ്? ചന്ദ്രശേഖർ ജോസഫ് വിജയ് ആണ്. പശ്ചിമ ബംഗാളിൻ്റെ 9ാമത്തെ മുഖ്യമന്ത്രിയായി സുവേന്ദു ആണ് അധികാരമേറ്റിട്ടുള്ളത്. പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി ആരാണ്? സുവേന്ദു ആണ് കേട്ടോ. പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി സുവേന്ദു ആണ്. ഹിമന്ത ബിശ്വ ശർമ്മ അസം മുഖ്യമന്ത്രിയായിട്ട് 2ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ അസം മുഖ്യമന്ത്രിയായിട്ട് 2ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മയാണ്. പുതുച്ചേരിയുടെ 11ാം മുഖ്യമന്ത്രിയായിട്ട് എൻ രംഗസ്വാമിയാണ് അധികാരമേറ്റിട്ടുള്ളത്. പുതുച്ചേരിയുടെ 11ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് ആരാണ് അധികാരമേറ്റത്? എൻ രംഗസ്വാമി. പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക്സ് പ്ലസ് എന്നിവയിൽ നിന്ന് പിന്മാറി UAE. അപ്പോൾ UAE എവിടെ നിന്നൊക്കെയാണ് പിന്മാറിയിരിക്കുന്നത്? പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയായിട്ടുള്ള ഒപെക്കിൽ നിന്നും ഒപെക് പ്ലസിൽ നിന്നും UAE പിന്മാറിയിട്ടുണ്ട്. മേഘാലയയിലെ ഉംറോയിയാണ് 2026 ഇന്ത്യൻ കരസേന ആതിഥേയത്വം വഹിക്കുന്ന പ്രഥമ ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമായ പ്രഗതി 2026 വേദി. അപ്പോൾ പ്രഗതി 2026 വേദി എവിടെയാണ്? മേഘാലയയിലെ ഉംറോയാണ് കേട്ടോ. ഉംറോയാണ് പ്രഗതി 2026 വേദി. എന്താണ് പ്രഗതി 2026 എന്ന് ചോദിച്ചാൽ എന്താണത്? ഒരു
ആദ്യത്തെ ഒരു ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമാണ് പ്രഗതി 2026 എന്ന് പറയുന്നത്. UAE ആണ് 2028 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പോൾ എന്താണ് ആദ്യത്തെ 2028 ആർട്ടിഫിഷ്യൽ AI ഇൻ്റലിജൻസിന് ഉച്ചകോടിക്ക് AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഏത് രാജ്യമാണ്? UAE ആണ് കേട്ടോ. UAE ആണ്. പ്രൊഫസർ കെ വിജയരാഘവനാണ് PSLV-C 62 വിക്ഷേപണ പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എഴുതി വെച്ചേക്കണേ. നമ്മുടെ PSLV-C 62 വിക്ഷേപണ പരാജയമായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രൊഫസർ കെ വിജയരാഘവനാണ് കേട്ടോ. വിജയരാഘവൻ എഴുതി വെച്ചേക്കണേ. ലോകത്തെ ആദ്യത്തെ ഒപ്റ്റോസാർ ഉപഗ്രഹമായ ദൃഷ്ടി കാലിഫോർണിയയിൽ നിന്ന് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിജയകരമായിട്ട് വിക്ഷേപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒപ്റ്റോസാർ ഉപഗ്രഹം എന്ന് പറയുന്ന ദൃഷ്ടി ഏത് റോക്കറ്റിലാണ് പോയിരിക്കുന്നത്? ഏതെന്ന് ചോദിച്ചാൽ ഏതിൻ്റെയാണ്? സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ഇത് വിജയകരമായിട്ട് വിക്ഷേപിച്ചിരിക്കുന്നത് കേട്ടോ. ഒപ്റ്റോസാർ ഉപഗ്രഹമായ ദൃഷ്ടി വിക്ഷേപിച്ചിരിക്കുന്നത് ഫാൽക്കൺ 9 റോക്കറ്റിലാണ് കേട്ടോ. ഫാൽക്കൺ 9 റോക്കറ്റിൽ അഗ്നി 5 ബാലിസ്റ്റിക് മിസൈലിൻ്റെ അത്യാധുനിക വകഭേദമായ ദിവ്യാസ്ത്ര വിജയകരമായി പരീക്ഷിച്ചു. അപ്പോൾ അഗ്നി 5 ബാലിസ്റ്റിക് മിസൈലിൻ്റെ അത്യാധുനിക വകഭേദമായിട്ടുള്ള ദിവ്യാസ്ത്ര വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. ചോദ്യം ഇങ്ങനെ വരാം. അഗ്നി 5 ബാലിസ്റ്റിക് മിസൈലിൻ്റെ അത്യാധുനിക വകഭേദം ആയിട്ടുള്ള മിസൈലിൻ്റെ പേരെന്ത്? ഏതാണ്? ദിവ്യാസ്ത്ര. ഏതാണ്? ദിവ്യാസ്ത്ര. ഇനി കുറച്ച് മരണങ്ങളാണ് നോക്കുന്നത്. ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിൻ്റെ കുലപതി രഘുറായ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം കൊടുത്തിട്ടുണ്ട്. രഘുനാഥ് റാവു ചൗധരി കേട്ടോ. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഫുൾ ഫോമൊക്കെ. രഘുറായി ഫുൾ ഫോം എന്താണ്? രഘുനാഥ് റായ് ചൗധരി. രഘുനാഥ് റായ് ചൗധരി. അദ്ദേഹം ഫോട്ടോ ജേർണലിസത്തിൻ്റെ കുലപതി എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെട്ടിരുന്ന കേണൽ സോനം വാങ്ചുക് അന്തരിച്ചു. അപ്പോൾ ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെട്ടിരുന്ന കേണൽ ഏതാണ്? സോനം വാങ്ചുക്കാണ്. അദ്ദേഹം അന്തരിച്ചു. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനും ഉപഭോക്തൃ വിദ്യാഭ്യാസ വിദഗ്ധനുമായ ഡി.ജോ കാപ്പൻ അന്തരിച്ചു. വിഖ്യാത എഴുത്തുകാരൻ ഗറി കോൺവേ അന്തരിച്ചു. മുൻ DGP ഡോക്ടർ PJ അലക്സാണ്ടർ അന്തരിച്ചു. നടൻ സന്തോഷ് കെ നായർ വാഹനാപകടത്തിൽ മരിച്ചു. ഇനി സ്പോർട്സിലേക്കാണ് പോണേ. മാരത്തൺ ഓട്ടമത്സരത്തിൽ 2 മണിക്കൂറിൽ താഴെ സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന ആദ്യ താരമെന്ന റെക്കോർഡോടെ ലണ്ടൻ മാരത്തണിൽ ജേതാവായി കെനിയയുടെ സെബാസ്റ്റ്യൻ സാവെ. മാരത്തൺ ഓട്ടമത്സരത്തിൽ 2 മണിക്കൂറിൽ താഴെ സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് ആരാണ് നേടിയിരിക്കുന്നത്? സെബാസ്റ്റ്യൻ സാവെയാണ്. അദ്ദേഹം എവിടെ നിന്നുള്ള വ്യക്തിയാണ്? കെനിയയിൽ നിന്നുള്ള വ്യക്തിയാണ് കേട്ടോ. 2020 ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തിയ ടീം ഏതാണ്? നമ്മുടെ ഇന്ത്യൻ ടീമാണ്. 10 മണിക്കൂർ 45 മിനിറ്റ് എടുത്ത് രാമസേതു നീന്തി കടന്ന ബംഗളൂരുവിലെ ടെക്കി ദമ്പതിമാരായ ഡാനിഷ് അബ്ദിയും വിശാലി പ്രസാദയും. അപ്പോൾ രാമസേതു 10 മണിക്കൂർ 45 മിനിറ്റ് എടുത്തിട്ടാണ് അവർ നീന്തി കടന്നിരിക്കുന്നത് കേട്ടോ. ആരൊക്കെയാണത്? ഡാനിഷ് അബ്ദിയും വിശാലി പ്രസാദയും കേട്ടോ. അവർ ദമ്പതിമാരാണ് രണ്ടുപേരും. വനിതാ മുന്നിൻ്റെ പുരുഷന്മാരുടെ പോൾ വാൾട്ടിൽ 5.41 മീറ്റർ ചാടി പുതിയ ദേശീയ റെക്കോർഡിട്ട് മധ്യപ്രദേശിൽ നിന്നുള്ള കുൽദീപ് കുമാർ. അപ്പോൾ പുരുഷന്മാരുടെ പോൾ വാൾട്ടിൽ പുതിയൊരു റെക്കോർഡ് വന്നിരിക്കുകയാണ്. ആരുടെ പേരിലാണ്? കുൽദീപ് കുമാറിൻ്റെ പേരിലാണ്. എത്രയാണ്? 5.41 മീറ്റർ ചാടിയിട്ടാണ് പുതിയ ദേശീയ റെക്കോർഡ് കുൽദീപ് കുമാർ മധ്യപ്രദേശിൽ നിന്നുള്ള വ്യക്തിയാണ് നേടിയിരിക്കുന്നത്. വനിതാ പോൾ വാൾട്ടിൽ 4.23 മീറ്റർ ചാടി പുതിയ ദേശീയ റെക്കോർഡിട്ട് തമിഴ്നാടിൻ്റെ ഭരണി ഇളങ്കോവൻ. നമ്മൾ കഴിഞ്ഞ PSC ഇതിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വനിതാ പോൾ വാൾട്ടിൽ 4.23 മീറ്റർ ചാടി പുതിയ ദേശീയ റെക്കോർഡിട്ടത് ആരാണ്? തമിഴ്നാടിൻ്റെ ഭരണിക ഇളങ്കോവൻ. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെൻഡാണ് 2027 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. 2027 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ്? ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെൻഡാണ് കേട്ടോ. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെൻഡ്. 5ാമത് ലതാ ദീനാനാഥ് മങ്കേഷ്കർ പുരസ്കാരം കൈലാഷ് സത്യാർത്ഥിക്കാണ് ലഭിച്ചിരിക്കുന്നത്. 5ാമത് ലതാ ദീനാനാഥ് മങ്കേഷ്കർ പുരസ്കാരം കൈലാഷ് സത്യാർത്ഥിക്ക് ലഭിച്ചു. നന്ദന സാഹിത്യ പുരസ്കാരം സോണിയ ചെറിയാൻ്റെ
സ്നോ ലോട്ടസ് എന്ന നോവലിനാണ് ലഭിച്ചിരിക്കുന്നത്. നന്ദനാർ സാഹിത്യ പുരസ്കാരം ആരാണ് നേടിയിരിക്കുന്നത്? സോണിയ ചെറിയാനാണ്. അവരുടെ സ്നോ ലോട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനാണ്. MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരം സാമൂഹ്യ പ്രവർത്തക സുനിത കൃഷ്ണനാണ് ലഭിച്ചിരിക്കുന്നത്. MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരം ആരാണ് നേടിയിരിക്കുന്നത്? സുനിത കൃഷ്ണകുമാറാണ് കേട്ടോ. സുനിത കൃഷ്ണനാണ് നേടിയിരിക്കുന്നത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് പറയുന്നത്. കൃഷ്ണാഞ്ജലി പുരസ്കാരം നേടിയത് നടൻ മധു ആണ്. രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് കേരളത്തിൽ നിന്ന് VS മഞ്ജു മോൾ അർഹത നേടിയിട്ടുണ്ട് കേട്ടോ. രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതി ഏതാണ്? ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള VS മഞ്ജു മോളാണ് അതിന് അർഹയായിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗിക സാഹിത്യ പുരസ്കാരമായ മാധവമുദ്ര പുരസ്കാരം നേടിയിരിക്കുന്നത് ഡോക്ടർ KS രവികുമാറാണ്. ഈ വർഷത്തെ കവിതയ്ക്കുള്ള ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നായിട്ടുള്ള ഗ്രിഫിൻ പോയട്രി അവാർഡ് നേടിയിരിക്കുന്നത് ചിലിയൻ മഹാകവി റവൂൾ സുദീത്തയ്ക്കാണ് കേട്ടോ. റവൂൾ സുദീത്തയ്ക്കാണ് നമ്മുടെ കവിതയ്ക്കുള്ള ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നായിട്ടുള്ള ഗ്രിഫിൻ പോയട്രി അവാർഡ് കിട്ടിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരായ RK ആനന്ദിനും സുവർണ ശർമ്മയ്ക്കും പുലിസ്റ്റർ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരായിട്ടുള്ള RK ആനന്ദ്, സുവർണ ശർമ്മ എന്നിവർക്ക് പുലിസ്റ്റർ സമ്മാനം ലഭിച്ചു. മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മൃതി പുരസ്കാരം സംവിധായകൻ ശ്യാമപ്രസാദിനാണ് ലഭിച്ചത്. മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മൃതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സംവിധായകൻ ശ്യാമപ്രസാദിന്. സൈബർ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട AI മോഡൽ ഏതാണ്? ക്ലൗഡ് മിത്തോസ് ആണ് കേട്ടോ. ക്ലൗഡ് മിത്തോസ് ആണ് സൈബർ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട AI മോഡൽ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബുദ്ധപ്രതിമ കർണാടകയിലെ രാജ്നഗറിൽ നിർമ്മിക്കാനുള്ള പദ്ധതി തയ്യാറാകുന്നു. ചൈനയിലുള്ള പ്രതിമയാണ് നിലവിലെ ഏറ്റവും ഉയരമുള്ള ബുദ്ധപ്രതിമ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബുദ്ധപ്രതിമ എവിടെയാണ് നിർമ്മിക്കാൻ പോകുന്നത്? നമ്മുടെ കർണാടകയിലെ ചാമരാജനഗറിലാണ് നിർമ്മിക്കാൻ പോകുന്നത് കേട്ടോ. ഈ നിലവിൽ ചൈനയിലുള്ള ബുദ്ധപ്രതിമയാണ് ഏറ്റവും ഉയരമുള്ള ബുദ്ധപ്രതിമയായിട്ട് പറയുന്നത്. 420 അടിയുണ്ട്. ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത് 888 അടിയുള്ള ബുദ്ധര പ്രതിമയാണ് കേട്ടോ. ഹോർമൂസ് കടലിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ലക്ഷ്യസ്ഥാനത്ത് കടത്തിവിടുന്നത് ലക്ഷ്യമിട്ട് US ആരംഭിച്ച ദൗത്യം ഏതാണ്? പ്രൊജക്റ്റ് ഫ്രീഡം ആണ് കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോർമൂസ് കടലിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കടത്തിവിടുന്നത് ലക്ഷ്യമിട്ട് US ആരംഭിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ പേരെന്താണ്? പ്രൊജക്റ്റ് ഫ്രീഡം. 2025 രാജ്യത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. 2025 രാജ്യത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. ജോൺ എബ്രഹാമിൻ്റെ വിഖ്യാത സിനിമ അമ്മ അറിയാൻ കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന എന്താണ്? ജോൺ എബ്രഹാമിൻ്റെ വിഖ്യാത സിനിമ ഏതാണ്? അമ്മ അറിയാൻ. നോർവേ ആണ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം. അപ്പോൾ വേൾഡ് പ്രസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? നോർവേ ആണ്. നോർവേ. ലഫ്റ്റനൻറ്റ് ജനറൽ NS രാജസുബ്രഹ്മണി പുതിയ സംയുക്ത സേനാ മേധാവിയായി നിയമിതം. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പുതിയ സംയുക്ത സേനാ മേധാവി ആരാണ്? ലഫ്റ്റനൻറ്റ് ജനറൽ NS രാജസുബ്രഹ്മണിയാണ് കേട്ടോ. നാവികസേനയുടെ പുതിയ മേധാവി ആരാണ്? കൃഷ്ണ സ്വാമിനാഥനാണ് കേട്ടോ. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ് നാവികസേനയുടെ പുതിയ മേധാവിയായിട്ട് ചുമതലയേറ്റിരിക്കുന്നത്. അപ്പോൾ മെയ് 15 ഈ എഡിഷനിൽ അത്യാവശ്യം നല്ല നല്ല പോയിന്റുകൾ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഇതെല്ലാം പഠിക്കുക. നിങ്ങളിത് ആദ്യം കേട്ടിരിക്കുക. പിന്നെ ഒരു വട്ടം കൂടെ കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് തയ്യാറാക്കുക. അറിയുന്ന പോയിന്റുകളും മനസ്സിലാക്കിയിട്ടുള്ള പോയിൻ്റൊക്കെ അവിടെ നിൽക്കട്ടെ. അത് എഴുതി വെക്കേണ്ട. മനസ്സിൽ കിട്ടാത്ത പോയിന്റുകളൊക്കെ ഷോർട്ട് നോട്ടിലേക്ക് കറണ്ട് അഫെയറിലേക്ക് എഴുതി വെക്കുക കേട്ടോ. പിന്നെ നമുക്കിത് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ ചെയ്യുമ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയറൊക്കെ ഞാൻ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്താവേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക് യു.